പഞ്ചദശി ഓഡിയോ ബുക്ക് തുടരുന്നു. ആനന്ദവിവർത്തം പ്രപഞ്ചം. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പരമകാരണം ആനന്ദമാണെന്ന് മുൻപ് പറഞ്ഞുവല്ലോ. അപ്പോൾ പ്രപഞ്ചം ആനന്ദത്തിൻ്റെ വിവർത്തമാണ്. ആദികാരണമായ ആനന്ദസത്ത നിത്യവും നിർവികാരവുമായി അങ്ങനെ തുടരവേ തന്നെ അതിലുണ്ടെന്ന് തോന്നിക്കുന്നവയാണ് ഈ പ്രപഞ്ച ഘടകങ്ങളെല്ലാം. ആനന്ദസത്തയിൽ ജഗത്താകുന്ന വിവർത്ത പ്രതിഭാസത്തെ ഉളവാക്കുന്ന ശക്തിയാണ് മായ. ഐന്ദ്രജാലികൻ്റെ ശക്തി എന്ന പോലെ ഐന്ദ്രജാലികന് യാതൊരു കോട്ടവും വരുത്താതെയാണല്ലോ അയാളുടെ ശക്തി പല പുതിയ പദാർത്ഥങ്ങളെയും ഉണ്ടാക്കി കാണിക്കുന്നത്. ഇന്ദ്രജാലത്തിൽ ശക്തി സങ്കല്പം എപ്രകാരം വസ്തുക്കളെ ഉളവാക്കി കാണിക്കുന്നുവോ അതുപോലെ ആനന്ദശക്തി പ്രപഞ്ച വസ്തുക്കളെയും ഉണ്ടാക്കി കാണിക്കുന്നു. ഈ ശക്തിയെ അതിനധിഷ്ഠാനമായ ശക്തനിൽ നിന്നും ഭിന്നമെന്നോ അഭിന്നമെന്നോ പറയാൻ വയ്യ. ശക്തിയുടെ ഈ അനിർവചനീയത എല്ലാ ശക്തികൾക്കും തുല്യമാണ്. അഗ്നിക്ക് ദഹനശക്തിയുണ്ട്. അഗ്നിയുടെ ദഹനശക്തിയെ അഗ്നിയിൽ നിന്നും ഭിന്നമെന്നോ അഭിന്നമെന്നോ പറയാൻ പറ്റുമോ? ദഹനശക്തി അഗ്നിയിൽ നിന്നും ഒരിക്കലും വേർപെട്ടു നിൽക്കുന്നതായി കണ്ടിട്ടില്ല. അപ്പോൾ അതിനെ അഗ്നിയിൽ നിന്നും ഭിന്നമെന്നെങ്ങനെ പറയാം? അഗ്നിയുടെ ഈ ദഹനശക്തിയെ മണിമന്ത്ര ഔഷധങ്ങൾ കൊണ്ട് തടയാൻ സാധിക്കും. അഗ്നി ജ്വലിക്കുന്നുണ്ടാവും, പക്ഷേ ഒന്നിനെയും ദഹിപ്പിക്കാനുള്ള ശക്തി അതിനുണ്ടായിരിക്കുകയുമില്ല. ഇവിടെ ശക്തി തടയപ്പെട്ടു എന്ന് സ്പഷ്ടം. എന്നിട്ടും ശക്തൻ തടയപ്പെട്ടിട്ടുമില്ല. അപ്പോൾ ശക്തി അഗ്നിയിൽ നിന്നും അഭിന്നമെന്നു പറയാനും വയ്യ. ശക്തിയെ നേരിട്ട് കാണാനും സാധ്യമല്ല. ഒരു വസ്തുവിന് എന്തെങ്കിലും ശക്തിയുണ്ടെന്ന് കാര്യം കണ്ടിട്ട് ഊഹിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അഗ്നിക്ക് ദഹനശക്തി ഉണ്ടെന്നുള്ളത് അഗ്നി പദാർത്ഥങ്ങളെ ദഹിപ്പിക്കുന്നത് കാണുമ്പോൾ നാം ഊഹിക്കുകയാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ കാര്യാനുമേയിയാണ് ശക്തി. കാര്യം നടക്കുന്നില്ലെന്ന് വന്നാൽ ശക്തി പ്രതിബന്ധിക്കപ്പെട്ടതായും കരുതാം. അഗ്നി ജ്വലിക്കുമ്പോഴും അത് പദാർത്ഥങ്ങളെ ദഹിപ്പിക്കുന്നില്ലെന്ന് വന്നാൽ അതിൻ്റെ ശക്തി തടയപ്പെട്ടുവെന്ന് സ്പഷ്ടം. അഗ്നിയെ തടയാതെ തന്നെ മണിമന്ത്ര ഔഷധങ്ങൾ കൊണ്ട് ദഹനശക്തിയെ തടയാൻ കഴിയുമെന്ന് വന്നാൽ ശക്തി ശക്തനിൽ നിന്നും തീരെ അഭിന്നമെന്നു പറയാൻ വയ്യാതായിത്തീരുന്നു. ഇങ്ങനെ ലോകപദാർത്ഥങ്ങളിൽ പോലും അതാതിൻ്റേതായ അനിർവചനീയ ശക്തികളെ നമുക്ക് കാണാൻ കഴിയും. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആദികാരണവും ആനന്ദസ്വരൂപവുമായ പരമാത്മസത്തയും അനിർവചനീയയായ സ്വശക്തിയെ നിയോഗിച്ചാണ് ഈ പ്രപഞ്ച ഘടകങ്ങളെല്ലാം പ്രതിഭാസിപ്പിക്കുന്നത്. ശ്വേതാശ്വതരോപനിഷത്ത് പരമാത്മശക്തിയെ വിവരിച്ചിട്ടുണ്ട്. സച്ചിദാനന്ദ സ്വരൂപനായ ദേവൻ്റെ ആത്മശക്തിയാണ് മായ. സത്വരജസ് തമോ ഗുണങ്ങളോടുകൂടി പൊന്തി നിൽക്കുന്ന കാര്യരൂപങ്ങളിൽ അത് ഒളിഞ്ഞിരിക്കുകയാണ്. സത്യദർശികളായ മുനികൾ ഇക്കാര്യം നേരിട്ടറിയുന്നു. എല്ലാ ലോകശക്തികളുടെയും ശക്തികേന്ദ്രം ഈ ആത്മശക്തിയാണ്. ഇതിൻ്റെ രൂപഭേദങ്ങൾ നിർണയിക്കാൻ വയ്യാത്ത വിധം നിരവധിയാണ്. എങ്കിലും നമുക്ക് പ്രധാനമായി ഇതിനെ മൂന്നായി വേർതിരിക്കാം: ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. ഇവയാണ് ആ മൂന്ന് പിരിവുകൾ. ശ്രുതി മാത്രമല്ല, സ്മൃതിയും മായാശക്തിയെ വിവരിക്കുന്നുണ്ട്. യോഗവാസിഷ്ഠത്തിൽ വസിഷ്ഠൻ മായാസ്വരൂപം രാമനെ വിവരിപ്പിച്ച് കേൾപ്പിക്കുന്നുണ്ട്. സർവപ്രപഞ്ച കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒന്നാണ് ബ്രഹ്മശക്തിയായ മായ. ബ്രഹ്മമോ നിത്യവും സർവവ്യാപ്തവും പൂർണ്ണവും അദ്വയവുമായ വസ്തുസത്തയും. അങ്ങനെയുള്ള ബ്രഹ്മസത്ത മായാശക്തിയെ കെട്ടഴിച്ചു വിടുന്നതോടുകൂടി അത് കാര്യരൂപങ്ങളെ സൃഷ്ടിച്ച് വിവിധ രീതിയിൽ പ്രകാശിക്കാൻ തുടങ്ങുന്നു.
ബ്രഹ്മസത്തയുടെ ജ്ഞാനശക്തി ജീവശരീരങ്ങളിൽ പ്രകാശിക്കുന്നു. വായുവിൽ കാണുന്ന സ്പന്ദശക്തിയും ആ മായയുടെ വകഭേദം തന്നെ. മറ്റൊരു വകഭേദമായ ദാർഢ്യശക്തി പാറകളിൽ കാണുന്നു. ജലത്തിൽ കാണുന്ന ദ്രവശക്തിയും അഗ്നിയിൽ കാണുന്ന ദേഹശക്തിയും അഗ്നിയിൽ കാണുന്ന ദാഹശക്തിയും ബ്രഹ്മശക്തിയുടെ വിചിത്ര രൂപങ്ങൾ തന്നെ. ആകാശത്തിന് ശൂന്യശക്തി ലഭിച്ചതും മറ്റെങ്ങു നിന്നുമല്ല. സകല പ്രപഞ്ചത്തെയും മാച്ചു മറയ്ക്കുന്ന സംഹാരശക്തിയും ആ മായയുടെ ഒരു പ്രത്യേക രൂപം തന്നെ. എന്തിനേറെ, കൊച്ചുമുട്ടയുടെ ഉള്ളിൽ ഒരു കാളസർപ്പം ഒതുങ്ങിയിരിക്കുന്നത് പോലെ ജഗത്ത് മുഴുവൻ ആത്മശക്തിയിൽ ഒളിഞ്ഞിരിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ ഈ വൈചിത്ര്യം ബീജവൃക്ഷ ന്യായേന മനസ്സിലാക്കേണ്ടതാണ്. ഒരു വൃക്ഷത്തിന് എന്തെല്ലാം വൈവിധ്യങ്ങളുണ്ട്! തായ്തടിയുണ്ട്, നിരവധി ശാഖകളുണ്ട്, ചില്ലകളുണ്ട്, ഇലകളുണ്ട്, പുഷ്പങ്ങളുണ്ട്, ഫലങ്ങളുണ്ട്. ഇങ്ങനെ വിവിധ വൈചിത്ര്യങ്ങളോടുകൂടിയ മഹാവൃക്ഷം ഒരു കൊച്ചു വിത്തിലാണ് ഒതുങ്ങിയിരിക്കുന്നത്. വിത്ത് വിത്തായിരിക്കുമ്പോൾ വൃക്ഷം ദൃഷ്ടിക്ക് വിഷയമാകുന്നതേയില്ല. വൃക്ഷം യഥാർത്ഥ രൂപം കൈക്കൊള്ളുമ്പോൾ അത് വിത്തിൽ ഒതുങ്ങിയിരുന്നിരുന്നു എന്ന് വിചാരിക്കുവാനും പ്രയാസം. ആത്മശക്തിയിൽ ഒതുങ്ങിയിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ കഥ ഇതുതന്നെ. ബ്രഹ്മശക്തിയുടെ പ്രഭാവം ഇങ്ങനെ അദ്ഭുതാവഹവും അനന്തവുമായതുകൊണ്ട് എവിടെ എപ്പോൾ എന്തു പ്രതിഭാസമുണ്ടാകുന്നു എന്ന് ഒന്നും ആർക്കും നിശ്ചയിച്ച് പറയാൻ കഴിയുന്നതല്ല. ഭാഗവതത്തിൽ തത്വസംഖ്യ നിശ്ചയിച്ചു പറയാൻ ഉദ്ധവർ അപേക്ഷിക്കുമ്പോൾ ഭഗവാൻ ഈ ശക്തി രഹസ്യമാണ് വെളിപ്പെടുത്തുന്നത്. തത്വങ്ങൾ 24 ചിലർ പറയും, 25 മറ്റു ചിലർ, 96 വേറെ ചിലർ. ഇങ്ങനെ അനേകം അഭിപ്രായങ്ങൾ ഉള്ളതിൽ ഏതാണ് ശരി? ഭഗവാൻ പറയുന്നത് എല്ലാ അഭിപ്രായങ്ങളും ശരിയാണ് എന്നാണ്. ദ്വൈതമായാമണ്ഡലം അവരവരുടെ കാഴ്ചയ്ക്കനുസരണമായി ഏത് രൂപത്തെയും പ്രദർശിപ്പിക്കാൻ കഴിവുള്ളതാണ്. അവരവരുടെ കാഴ്ച അവരവർക്ക് ശരി. സ്വർഗ നരകാദി ലോകങ്ങളും അങ്ങനെ. എന്തും ഈ മായാമണ്ഡലത്തിൻ്റെ അനിർവചനീയ സൃഷ്ടിപ്രഭാവത്തെ മുൻനിർത്തി ഉള്ളതായോ ഇല്ലാത്തതായോ കണക്കാക്കേണ്ടതാണ്. ദേശകാലഗതി അനുസരിച്ച് ഭൂമിയിൽ നിന്നും പച്ചിലച്ചെടികൾ പൊന്തുന്നത് പോലെയാണ് ശക്തിയിൽ നിന്നും പ്രപഞ്ച ഘടകങ്ങൾ പൊന്തുന്നത്. പ്രത്യേക ശക്തികളോടുകൂടിയ പ്രതിഭാസങ്ങൾ ചിലപ്പോൾ ചിലയിടത്ത് ചിലതൊക്കെ പൊന്തിവരുന്നു. അത്തരം പ്രതിഭാസങ്ങൾക്ക് ദേശഭേദമനുസരിച്ചും കാലഭേദമനുസരിച്ചും എന്തു രൂപവും ഉണ്ടാകാം. പ്രപഞ്ചശക്തിക്ക് മുഴുവൻ ഇരിപ്പിടമായ ആത്മാവ് സദാ സർവത്ര പരിപൂർണനായി വർത്തിക്കുന്നു. എന്നും ഒരുപോലെ ഉജ്ജ്വലിച്ച് നിൽക്കുന്നു. ആദ്യമായി ആ നിത്യസത്തയിൽ നിന്നും തന്നെയും അന്യത്തെയും അറിയാൻ കഴിവുള്ള അല്പമായ മനനശക്തി അഥവാ സങ്കല്പശക്തി ആവിർഭവിക്കുന്നു. അതിനെയാണ് മനസ്സ് എന്ന് പറയുന്നത്. ഈ മനസ്സ് നിത്യസത്യമായ ആത്മാവിനും നശ്വരമായ പ്രപഞ്ചത്തിനും ഇടയ്ക്ക് ഓടി നടക്കുന്ന ഒരു അദ്ഭുത പ്രതിഭാസമാണ്. ഈ മനസ്സ് നിത്യസത്യമായ ആത്മാവിനും നശ്വരമായ പ്രപഞ്ചത്തിനും ഇടയ്ക്ക് ഓടി നടക്കുന്ന ഒരു അദ്ഭുത പ്രതിഭാസമാണ്. ബന്ധമോക്ഷ രഹസ്യം. പരമാത്മശക്തിയിൽ നിന്നും ആദ്യം സങ്കല്പാത്മകമായ മനസ്സ് രൂപം കൊള്ളുന്നു. അതോടെ ബന്ധമോക്ഷ ചിന്തയും ആവിർഭവിക്കുന്നു. മനനശക്തിയിൽ പൊന്തുന്ന സങ്കല്പങ്ങൾ മാത്രമാണ് അദ്ഭുതവും അനിർവചനീയവുമായ പ്രപഞ്ചത്തെ രചിക്കുന്നത്. ഇങ്ങനെ ഭുവനമെന്നറിയപ്പെടുന്ന പ്രപഞ്ചത്തെ സ്വയം രചിച്ച് മനസ്സ് അതിൽ മുഴുകിപ്പോവുകയാണെങ്കിൽ അത് ബന്ധം. പ്രപഞ്ചരചനയിലും ആസ്വാദനത്തിലും മുഴുകിപ്പോകാതെ സ്വപ്രഭവസ്ഥാനമായ നിത്യസത്തയിലേക്ക് മനസ്സ് മടങ്ങിപ്പോവുകയാണെങ്കിൽ മോക്ഷം. ഇതാണ് ബന്ധമോക്ഷ രഹസ്യം. സത്യവിചാരം ചെയ്യാത്ത മനസ്സിനാണ് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ്,
മനോനിർമ്മിതമായ പ്രപഞ്ചത്തിൻ്റെ നിലയെ നമുക്ക് ഉറങ്ങാൻ കിടങ്ങുന്ന കുഞ്ഞിന് മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്ന കഥയോട് ഉപമിക്കാം. മനോനിർമ്മിതമായ പ്രപഞ്ചത്തിൻ്റെ നിലയെ നമുക്ക് ഉറങ്ങാൻ കിടക്കുന്ന കുഞ്ഞിന് മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്ന കഥയോട് ഉപമിക്കാം. മുത്തശ്ശിയുടെ കുട്ടിക്കഥ. കുഞ്ഞിനെ വിനോദിപ്പിക്കുവാനായി മുത്തശ്ശി കഥ പറഞ്ഞു തുടങ്ങി. മഹാവീര ശിരോമണിയായ കുട്ടി, ഒരിക്കൽ ഒരിടത്ത് ഉത്തമന്മാരായ 3 രാജകുമാരന്മാർ ഉണ്ടായിരുന്നു. അവരിൽ 2 പേർ ജനിച്ചിട്ടേയില്ല. ഒരാളെ ഗർഭം ധരിച്ചിട്ട് പോലുമില്ല. അവർ 3 പേരും ധർമ്മിഷ്ഠരാണ്. പണി ചെയ്തിട്ടേയില്ലാത്ത പട്ടണത്തിൽ അവർ സസുഖം താമസിച്ചു പോകുന്നു. ഒരു ദിവസം ആ ശുദ്ധചിത്തന്മാർ അവരുടെ ശൂന്യ നഗരത്തിൽ നിന്നും പുറത്തിറങ്ങി. അവർ അങ്ങനെ നടന്നു പോകുമ്പോൾ കായ്കനികൾ നിറഞ്ഞു നിൽക്കുന്ന അനേകം വൃക്ഷങ്ങൾ ആകാശത്തിൽ വളർന്നു നിൽക്കുന്നതായി കണ്ടു. ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്ന ഒരു നഗരത്തിൽ അവർ 3 പേരും സുഖമായി പാർത്തു വന്നു. മൃഗയാവിനോദങ്ങളിൽ ഏർപ്പെട്ടാണ് അവർ സമയം കഴിച്ചുകൂട്ടുന്നത്. മുത്തശ്ശി കഥ പറഞ്ഞവസാനിച്ചു. കുട്ടിക്ക് വളരെ സന്തോഷമായി. കഥയിലെ സംഭവങ്ങളെക്കുറിച്ച് വ്യക്തമായി വിചാരം ചെയ്തറിയാൻ കഴിവില്ലാതിരുന്നതുകൊണ്ട് കഥ മുഴുവൻ സത്യമാണെന്ന് കുട്ടി തീരുമാനിക്കുകയും ചെയ്തു. ഈ സംസാര പ്രതിഭാസങ്ങളും അങ്ങനെ തന്നെ. നിത്യാനിത്യ വസ്തുക്കളെ സൂക്ഷ്മവിചാരം കൊണ്ട് വേർതിരിക്കാൻ കഴിയാത്ത മടയന്മാർക്ക് ഈ സംസാരം ഉള്ളത് തന്നെ. വിചാരം കൊണ്ട് നിത്യവസ്തുവിനെ അറിഞ്ഞനുഭവിക്കാൻ കഴിവുള്ളവർക്ക് സംസാര പ്രതിഭാസം കുട്ടിക്കഥ പോലെ നിർമൂലമായി തീരുന്നു. വിചാരം കൊണ്ട് സത്യബോധം വരുന്നതുവരെ ഈ മിഥ്യാപ്രതിഭാസം ഇങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. ഇങ്ങനെയുള്ള ആഖ്യായികകളിൽ കൂടി വസിഷ്ഠൻ മായാശക്തിയുടെ അപരിമേയത രാമന് വിസ്തരിച്ച് കേൾപ്പിക്കുന്നുണ്ട്. ആ ശക്തിയെ നമുക്ക് അല്പമായി നിരൂപണം ചെയ്തു നോക്കാം. ശക്തി നിരൂപണം. കാര്യത്തിലും ആശ്രയത്തിലും ശക്തി ഭിന്നരൂപം കൈക്കൊണ്ട് സ്ഥിതി ചെയ്യുന്നു. കത്തിജ്വലിക്കുന്ന അഗ്നിയിലും കനൽക്കട്ടയിലും ശക്തിയുണ്ട്. പക്ഷേ അഗ്നിജ്വാലകളിൽ കൂടി ഉയർന്നു കത്തുമ്പോൾ അതിൻ്റെ ജ്വലനശക്തി നമുക്ക് വ്യക്തമായും ബോധ്യപ്പെടുന്നു. നേരെ മറിച്ച് കനൽക്കട്ട കാണുമ്പോൾ അഗ്നിയുടെ ജ്വലനശക്തി അറിയാൻ കഴിയുന്നില്ല. അഗ്നിയുടെ ജ്വലനശക്തി കനൽക്കട്ടയിൽ ഏകീഭവിച്ച് ആശ്രയവുമായി അഭിന്നഭാവം കൈക്കൊണ്ടിരിക്കുകയാണെന്ന് ബുദ്ധിയുള്ളവന് ഊഹിച്ചറിയുവാൻ ഒരു പ്രയാസവുമില്ല. കനൽക്കട്ടയിൽ ഇങ്ങനെ ഏകീഭവിച്ചിരിക്കുന്ന ശക്തി സ്പന്ദിച്ച് ചലിക്കാൻ തുടങ്ങിയാൽ ജ്വലനമെന്ന കാര്യമുണ്ടാവും. ശക്തികാര്യമായ ജ്വലനം കാണുന്നതോടുകൂടി ശക്തിയുടെ ഉണ്മ ഊഹിച്ചറിയുകയും ചെയ്യാം. ചുരുക്കത്തിൽ ആശ്രയത്തെയും കാര്യത്തെയും ശക്തിയുടെ പ്രവർത്തന വിധം ഊഹിക്കുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. വീർത്തു വർത്തുളാകാരമായിരിക്കുന്ന കുടം മണ്ണിൻ്റെ കാര്യരൂപമാണ്. ശബ്ദാദി പഞ്ചഗുണങ്ങളോടുകൂടിയ മണ്ണ് കാരണം മണ്ണിൽ കുടത്തെ നിർമ്മിക്കുന്ന ശക്തിയോ കാര്യകാരണനിൽ നിന്നും തികച്ചും ഭിന്നമായ ഒന്ന്. ഒരിക്കൽ കൂടി വായിക്കാം. ശബ്ദാദി പഞ്ചഗുണങ്ങളോടുകൂടിയ മണ്ണ് കാരണം മണ്ണിൽ കുടത്തെ നിർമ്മിക്കുന്ന ശക്തിയോ കാര്യകാരണങ്ങളിൽ നിന്നും തികച്ചും ഭിന്നമായ ഒന്ന്. മണ്ണ് ശക്തിക്ക് ആശ്രയവും കുടം ശക്തി കാര്യവുമാണ്. ശക്തി ഉഭയവിലക്ഷണവും കാര്യസ്വരൂപമായ വീർത്ത വർത്തുളാകൃതി ശക്തിയിലില്ല. ആശ്രയ ഗുണങ്ങളായ ശബ്ദാദികളും ശക്തിയിലില്ല. എന്നാൽ ഇവയൊന്നും ശക്തിയിൽ തീർത്തുമില്ലെന്നും പറയാൻ പറ്റുമോ? അതും സാധ്യമല്ല. ചുരുക്കത്തിൽ ശക്തി സ്വരൂപം അചിന്ത്യമാണ്. അതുകൊണ്ട് അതിനെ നിർവചിക്കാനും സാധ്യമല്ല. മായ അങ്ങനെ അനിർവചനീയയാണ്. കുടം എന്ന കാര്യം ഉണ്ടാകുന്നതിന് മുൻപ് ആ കാര്യമായി തീരാൻ കഴിവുള്ള ശക്തി മണ്ണിൽ ഒളിഞ്ഞു കിടക്കുകയായിരുന്നു. അനന്തരം അത് കുശവൻ്റെ സഹായത്തോടുകൂടി കുടത്തിൻ്റെ രൂപം കൈക്കൊള്ളുന്നു.
തൈരിൽ ഒളിഞ്ഞുകിടക്കുന്ന വെണ്ണ കടച്ചിൽ കൊണ്ട് വ്യക്തരൂപം പ്രാപിക്കുന്നത് പോലെ ഒളിഞ്ഞു കിടന്നിരുന്നപ്പോൾ ഉണ്ടെന്ന് പോലും അറിയാൻ വയ്യാത്ത വിധം അത് അവ്യക്തമായിരുന്നു. അങ്ങനെ അവ്യക്തമായ ശക്തിയിൽ നിന്നാണ് പിന്നീട് കാര്യം രൂപം കൊള്ളുന്നത്. സ്പർശാദി ഗുണയുക്തമായ മണ്ണിൽ ആരംഭിച്ച് വീർത്തു വർത്തുളമായ ആകൃതിയിൽ അവസാനിക്കുന്ന അവസ്ഥാവിശേഷത്തെയാണ് ഒന്നായി കണ്ടുകൊണ്ട് ചിന്താശക്തി ഇല്ലാത്ത മടയൻ കുടം എന്ന പേര് ചൊല്ലി വിളിക്കുന്നത്. കുശവൻ്റെ പ്രവർത്തനം തുടങ്ങുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന വസ്തു കുടമല്ല. പിന്നീട് അതേ വസ്തു തന്നെ വീർത്ത് വർത്തുള രൂപം പ്രാപിക്കുമ്പോൾ കുടമായിത്തീരുന്നു. ഈ കുടം നേരത്തെ ഉണ്ടായിരുന്ന മണ്ണിൽ നിന്നും ഒരിക്കലും ഭിന്നമല്ല. മണ്ണില്ലെന്ന് വന്നാൽ കുടം കാണുകയില്ല. എന്നാൽ മണ്ണിൽ നിന്നും അഭിന്നമാണ് എന്നും പറയാൻ വയ്യ. നേരത്തെ മണ്ണുണ്ടായിരുന്നപ്പോൾ അത് കാണപ്പെട്ടിരുന്നില്ല. അങ്ങനെ ശക്തിയും ശക്തികാര്യവും വാസ്തവത്തിൽ അനിർവചനീയമാണ്. കാര്യം ശക്തിയോടുകൂടിയതും ശക്തിയിൽ നിന്നും ജനിക്കുന്നതുമാണ്. കുടം വ്യക്തമാകാതിരുന്നപ്പോൾ അത് ശക്തിയായി സ്ഥിതി ചെയ്തിരുന്നു. ശക്തി വ്യക്തമായി തീരുമ്പോൾ കുടമെന്ന കാര്യരൂപം കൈക്കൊള്ളുന്നു. ഐന്ദ്രജാലിക ശക്തിയുടെയും കഥ ഇതുതന്നെ. ഇന്ദ്രജാലക്കാരൻ്റെ മായയെ ആദ്യമൊന്നും നമുക്ക് കാണാനേ പറ്റുന്നില്ല. അനന്തരം അത് ഗന്ധർവസേനയുടെയും അസുരസേനയുടെയും രൂപത്തിലൊക്കെ വെളിപ്പെടുത്തുകയും ഭയാനകമായ ആകാശയുദ്ധം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ കാര്യരൂപങ്ങളായ വികാരങ്ങളെല്ലാം മായാമയങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവ താൽക്കാലികമായ അസത്യപ്രതിഭാസങ്ങളുമാണ്. വികാരങ്ങളായ മൺപാത്രങ്ങൾ തൽക്കാല പ്രതിഭാസങ്ങളായിരിക്കുമ്പോൾ അവയ്ക്കൊക്കെ ആധാരമായ മണ്ണ് സ്ഥിരവും സത്യവുമായിരിക്കുന്നു. കാര്യരൂപങ്ങൾക്കെല്ലാം ആധാരമായ കാരണം ഏതോ അതൊന്നു മാത്രമാണ് സത്യം. കാര്യരൂപങ്ങൾക്കെല്ലാം ആധാരമായ കാരണമേതോ അതൊന്നു മാത്രമാണ് സത്യം. കാര്യരൂപങ്ങളെല്ലാം മിഥ്യാപ്രതിഭാസങ്ങളും. ഇതാണ് വേദത്തിൻ്റെ പ്രഖ്യാപനം. ഛാന്ദോക്യോപനിഷത്തിൽ ഉദ്ദാലകൻ ശ്വേതകേതുവിന് ഇക്കാര്യം വിശദമായി വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. കാര്യങ്ങൾക്കെല്ലാം കാരണമായ ഏക വസ്തുവിനെ അറിഞ്ഞാൽ എല്ലാ കാര്യരൂപങ്ങളും അറിയപ്പെട്ടതായിത്തീരും. ഒരു മൺകട്ടയെ അതിൻ്റെ ശക്തിയോടുകൂടി നല്ലവണ്ണം അറിയുകയാണെങ്കിൽ മണ്ണുകൊണ്ട് ഇന്നുവരെ ഉണ്ടാക്കിയിട്ടുള്ളതും ഇനിമേൽ ഉണ്ടാക്കപ്പെടാവുന്നതുമായ സകല പാത്രങ്ങളെക്കുറിച്ചും അറിയാൻ വൈഷമ്യമില്ല. ആ അറിവിൻ്റെ സ്വഭാവം എന്തായിരിക്കും? താൽക്കാലിക പ്രതിഭാസങ്ങളായ വികാരങ്ങൾ വെറും പേരുകൾ മാത്രം. അവയിലൊക്കെ സത്യവും സ്ഥിരവുമായിട്ടുള്ളത് മണ്ണ്. സത്യാസത്യ വിശകലനം ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.